നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇതിന്റെ വിമർശനത്തിൽ ഉയർന്നു വരുന്ന ഒരു പേരാണ് ഗൗതം ഗംഭീർ എന്ന്. ഇന്ത്യൻ ക്രിക്കറ്റിന് പിന്നാലെ വരുന്ന പേര് കൂടിയായി മാറിക്കഴിഞ്ഞു ഗംഭീറിൻ്റെത്. അതിനാൽ തന്നെ അദ്ദേഹം എന്ത് സ്ഥാനമായിരിക്കും T20 സ്ക്വാഡിലേക്കും ഇന്ത്യൻ ടീമിലേക്കും നൽകാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് എല്ലാവരും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്കാണ് മുൻ ഓപ്പണർ ഗൗതം ഗംഭീറിനെ BCCI സമീപിച്ചത്. ഈ സമീപിച്ചു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇതേക്കുറിച്ച് അഭിപ്രായ പ്രകടനവും ഈ താരം നടത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മുൻ താരമായ ആകാശ് ചോപ്ര. നിലവിലെ പരിശീലകനായ രാഹുൽ ദ്രാവിഡിന്റെ കരാർ ജൂണിൽ അവസാനിക്കുകയാണ്. T20 ലോകകപ്പിന് ശേഷം അദ്ദേഹം പടിയിറങ്ങും. ഇതേ തുടർന്നാണ് പുതിയ കോച്ചിന് വേണ്ടി BCCI അപേക്ഷ ക്ഷണിച്ചത്. ഗംഭീറിനെ കൂടാതെ VVS ലക്ഷ്മൺ, മുൻ ഓസ്ട്രേലിയൻ താരങ്ങളായ റിക്കി പോണ്ടിംഗ്, ജസ്റ്റിൻ ലാംഗർ, മുൻ ന്യൂസിലൻഡ് താരം സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്നിവരുൾപ്പെടുന്ന പേരുകൾ പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ ഗംഭീറാണ് ഈ റോളിലേക്ക് ഫേവറേറ്റ് എന്നതാണ് ഏറ്റവും കൂടുതലുള്ള വിവരം. നിലവിൽ IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുഖ്യ ഉപദേശകനായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. ഗംഭീറിന് കീഴിൽ ടീം പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് കുതിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് ഗംഭീർ ഒരു മോശം ചോയ്സ് അല്ലെന്നാണ് ചോപ്ര പറയുന്നത്. ഗംഭീർ തീർച്ചയായും നല്ലൊരു ചോയ്സ് തന്നെയാണെന്ന് എല്ലാവരെ പോലെയും ചോപ്രയും അംഗീകരിക്കുന്നു. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് എല്ലാവരും പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ പേരൊക്കെ കേൾക്കുമ്പോൾ കുറച്ചൊക്കെ മുഖം ചുളുങ്ങുമെങ്കിലും ഗംഭീറിന്റെ പേര് കേട്ടാൽ എല്ലാവരും തലകുലുക്കുകയാണ്. കാരണം ഒരു ടീമിനെ എങ്ങനെയാണ് ഒത്തൊരുമയോടെ നടത്തിക്കൊണ്ടു പോകേണ്ടതെന്ന് നമ്മൾ ഗംഭീറിനെ കണ്ട് പഠിക്കണമെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ദേഷ്യവും ആറ്റിറ്റ്യൂഡും എല്ലാം ഗ്രൗണ്ടിൽ പല രീതിയിലുള്ള വിമർശനം അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു ടീമിനെ ഒരു യൂണിറ്റിയിൽ കൊണ്ടുപോകുന്നത് കണ്ട് പഠിക്കേണ്ട കാര്യമാണെന്ന് എല്ലാവരും ഒരേ സമയം പറയും. അദ്ദേഹം കാര്യങ്ങൾ നേർക്കുനേർ പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുമെങ്കിലും ഒരു ടീമിന് അത് തന്നെയാണ് ഏറ്റവും നന്നായി വേണ്ടത്. ഒരു ടീമിനെ എങ്ങനെ നിർമ്മിച്ചെടുക്കണമെന്നും കൈകാര്യം ചെയ്യണമെന്നും ഗംഭീറിന് നന്നായി അറിയാമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്ത്യൻ ടീമിന്റെ കാര്യത്തിൽ ലേലമില്ലെന്നുള്ളത് ശരി തന്നെ. പക്ഷെ ലേലത്തിന്റെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് വളരെ ഉയർന്ന റേറ്റിംഗ് ആണ് നൽകുന്നതെന്നും ചോപ്ര പറയുന്നുണ്ട്. ഗംഭീർ എന്ന കോച്ച് വളരെ ശക്തമായ വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് ചോപ്ര തന്റെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് എല്ലാവരോടും പറഞ്ഞത്. ടീം ഇന്ത്യയുടെ 2 ലോകകപ്പ് വിജയങ്ങളിലും നിർണായക പങ്കുവഹിച്ചിട്ടുള്ള താരം കൂടിയാണ് ഗംഭീർ. 2007 പ്രഥമ T20 ലോകകപ്പ് ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ആയിരുന്നു അദ്ദേഹം. കൂടാതെ 2011 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെയും ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഗംഭീർ ആയിരുന്നു. ഗംഭീറിന്റെ ആ ഒരു തവണത്തെ കളികളെ കുറിച്ച് പറഞ്ഞേ മതിയാകൂ. വിരമിച്ച ശേഷം IPL ടീമുകളുടെ ഉപദേശകനായി വന്നപ്പോഴും അദ്ദേഹം കയ്യടി നേടി. കഴിഞ്ഞ 2 IPL സീസണുകളിലും ലക്നൗ സൂപ്പർ ജയൻസ് ടീമിന്റെ ഉപദേശകനായിരുന്നു ഗംഭീർ. 2 തവണയും ടീം പ്ലേ ഓഫിൽ കടക്കുകയും ചെയ്തു. ഇത്തവണ KKRനൊപ്പം മിന്നിക്കുകയാണ് അദ്ദേഹം. ഗംഭീറിന്റെ സമീപനം കർക്കശക്കാരനായ ഒരു അച്ഛനെ പോലെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോച്ചായാൽ ഇത് സീനിയർ താരങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നും ചോപ്ര മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ കളിക്കുന്ന പല താരങ്ങൾക്കും അദ്ദേഹത്തിനോട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും പുതിയ ക്യാപ്റ്റൻ വരികയും എല്ലാം ചെയ്താൽ ഗംഭീർ കോച്ചായി വരുമ്പോൾ കുഴപ്പമില്ല. എന്നാൽ ഒരുപാട് സീനിയർ കളിക്കാർ ടീമിൽ ഇപ്പോഴുമുണ്ട്. അവരെ സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കും. കാരണം ഗൗതിയുടെ അതായത് ഗംഭീറിന്റെ പ്രവർത്തന ശൈലി എന്നത് വളരെ കർക്കശമായ ഒരു കാര്യമാണ്. കർശന സ്വഭാവമുള്ള ഒരു അച്ഛനെ പോലെയാണെന്ന് എല്ലാവരും വിശേഷിപ്പിക്കുമ്പോൾ അത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് പ്രായം വളർന്നു കഴിഞ്ഞ അച്ഛനെ പോലെ നിൽക്കുന്ന ഒരു മകനാണെങ്കിൽ അച്ഛന്റെ ഈ കർശന രീതികൾ ഇഷ്ടപ്പെടണമെന്നില്ല എന്നെല്ലാവർക്കും അറിയാം. അച്ഛൻ കർശനക്കാരനാണെങ്കിൽ കുട്ടികൾ അല്പം ശ്രദ്ധിക്കണമെന്നും ചോപ്ര ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുതിർന്ന സഹോദരനെ പോലെ ഒരാളായിരിക്കും കോച്ചായി സീനിയർ താരങ്ങൾ ആഗ്രഹിക്കുക. പക്ഷെ ഗംഭീറിന്റെ കാര്യത്തിൽ അതുണ്ടാകില്ല എന്ന് തീർത്തും പറഞ്ഞേ മതിയാകും. ഒരുപാട് സീനിയറായ കളിക്കാർ ടീമിൽ ഉള്ളപ്പോൾ തോളിൽ കൈവയ്ക്കാവുന്ന മുതിർന്ന സഹോദരനെ പോലെ ഒരാളായി കോച്ചായി ആഗ്രഹിക്കുക. പക്ഷെ ഗംഭീറിന്റെ കാര്യത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എടുത്തു പറയാം. അതാണ് ഇന്ത്യക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അതാണ് ടീമിന് ആഗ്രഹമെങ്കിൽ അതെന്തായാലും ഗംഭീറിനെ കൊണ്ട് സാധിക്കില്ല. എന്റെ വഴി ഇല്ലെങ്കിൽ ഹൈവേ എന്നതാണ് ഗംഭീറിന്റെ രീതി എന്നാണ് ചോപ്ര കൂട്ടിച്ചേർത്ത ഏറ്റവും രസകരമായ ഒരു ഡയലോഗ്.